ചങ്ങായിമാരെല്ലാവർക്കും സുഖല്ലേ? ഞാനിന്ന് പറയാൻ പോകുന്നത് മറ്റേ നായ്സുനിയില്ലേ, നായ്സുനിയിൽ എന്തോ എന്റെ പേര്, അപ്പിസുനി. വാളയാർ അപ്പിസുനിയില്ലേ, ഓനെ കുറിച്ചാണ്. ഇടക്കിടക്ക് ആ കുരിപ്പിന്റെ പേര് എന്റെ വായിലോളം വരും, എന്നിട്ട് മറന്നു പോകും. കാരണം ഒന്നാമത് അപ്പി കേസല്ലേ, അതുകൊണ്ട് വായിൽ നിൽക്കുന്നില്ല. സംഭവം എന്താ വെച്ചാല് ഓൻ ഇന്ന് വീണ്ടും ഒരു കണ്ടുപിടുത്തം കണ്ടുപിടിച്ചിട്ടുണ്ട്. അതായത് മുന്നേക്ക് നമ്മൾ കേട്ടിട്ടുണ്ടല്ല, ട്രംപ് വരെ അറിയാത്ത കാര്യങ്ങൾ, എന്തിന് നെതന്യാഹു വരെ അറിയാത്ത കാര്യങ്ങൾ ഇവനിവിടെ കിടന്ന് പൊലമ്പെന്ന് നമ്മൾ കേട്ടില്ലേ. അവര് വരെ സ്വപ്നത്തിൽ കാണാത്ത കാര്യമാണ് നമ്മളെ വാളയാർ അപ്പി ഇവിടെ കിടന്ന് പറയാ. എന്തിന് ചൊവ്വയിൽ ഇപ്പൊ എന്താ നടക്കുന്നെന്ന് അപ്പിസുനി അവിടെ ഇരുന്ന് പറയും. അതാണ് അപ്പിസുനിന്റെ റേഞ്ച്. പക്ഷെ സ്വന്തം വീട്ടിൽ നടക്കുന്ന കാര്യം അത് അപ്പിസുനിക്ക് അറിയില്ല. പക്ഷെ ചൊവ്വയിൽ നടക്കുന്നതും ലോകത്തെവിടെ നടക്കുന്ന കാര്യം പച്ചക്കള്ള ഇരുന്നിട്ട് പറയാൻ വേണ്ടി ലെവൽ ലേശം നാണവും മാനൂല അപ്പിസുനിക്ക്. ഇന്നത്തെ പുതിയ കണ്ടുപിടുത്തം എന്താണെന്നറിയാം? നമ്മളെ നേപ്പാളിൽ ഇതിനിടയ്ക്ക് ചെറിയൊരു കലാപം ഉണ്ടായില്ലേ, ആ കലാപത്തിന് ആയുധം എത്തിച്ചത് കേരളത്തിൽ നിന്നുമാണെന്നാണ് നമ്മൾ ഈ അപ്പിസുനി കണ്ടുപിടിച്ചിട്ടുള്ളത്. സംഭവം നമ്മൾ എങ്ങനെ വിശ്വസിക്കാതിരിക്കും? കാരണം നാവ് എടുത്തഞ്ഞേലി പച്ചക്കള്ളം മാത്രം പറയുന്ന, വായി തുറക്കുന്നത് ഭക്ഷണം കഴിക്കാനും പച്ചക്കള്ളത്തിനും മാത്രമായിട്ടുള്ള അപ്പിസുനി പറഞ്ഞു കഴിഞ്ഞാല് അതിലൊരു സത്യം ഉണ്ടാവില്ലാന്ന് നമുക്ക് ഉറപ്പിക്കാല. പക്ഷെ എന്താ ചെയ്യാ, ഇത് അടിയെ വിഴുങ്ങാൻ വേണ്ടി ഈ പച്ചക്കള്ളം വെള്ളം തൊടാതെ അടിയെ വിഴുങ്ങാൻ വേണ്ടി ചാണക സംഖ്യകൾ തയ്യാറായിരിക്കുമല്ലോ ചെയ്യുന്നു. ശരിക്കും പറഞ്ഞാണ്ടല്ല, ഇവനെല്ലാം സംഖ്യകളെ പറ്റിക്കുമല്ലോ ചെയ്യുന്നു. നമ്മളൊക്കെ സംഖ്യകൾ എതിർക്കുന്നവരാണെങ്കിലും ഇത്രമാത്രം ആ പാവങ്ങൾ ഇങ്ങനെ പൊട്ടന്മാരാക്കുമ്പോ ചെറിയൊരു സങ്കടം തോന്നുന്നുണ്ട് കേട്ടാ. നമുക്കെന്തായാലും വാളയാർ അപ്പിസുനിയുടെ പുതിയ കണ്ടുപിടുത്തം, നേപ്പാളിലേക്ക് ആയുധം കടത്തിയത് കേരളത്തിൽ നിന്നും എന്ന നാടകം കണ്ടിട്ട് വന്നാലോ? വാ. നേപ്പാളിൽ നടന്ന ജെൻസി കലാപത്തിൽ കേരളത്തിൽ നിന്ന് ആയുധങ്ങൾ സപ്ലൈ ചെയ്യാന്നുള്ള ഒരു വാർത്ത പുറത്തു വരുന്നു. അങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ട്. അതായത് ഇത് കാഠ്മണ്ഡു പോസ്റ്റ് ഇതിന്റെ വിശദമായ വിവരങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട്. അതായത് നേപ്പാളിൽ സർക്കാരിനെ അട്ടിമറിക്കാൻ വേണ്ടി കലാപം നടക്കുന്നു. ആ കലാപത്തിന് ആയുധം കൊടുക്കാം എന്ന് കേരളത്തിൽ നിന്ന് വാഗ്ദാനം പോകുന്നു. വാഗ്ദാനം മാത്രമല്ല, കേരളത്തിൽ അവരാവശ്യപ്പെടുന്ന തോക്കുകളും ബോംബുകളും വിൽക്കുന്ന കച്ചവടക്കാരെ എനിക്കറിയാം എന്ന് പറഞ്ഞിട്ട് ചർച്ച നടക്കുന്നു. അപ്പൊ നേപ്പാളിൽ നിന്ന് വന്നിരിക്കുന്ന ഈ വിവരം, ഞെട്ടിക്കുന്ന വിവരം, കേന്ദ്ര ഏജൻസിയിൽ ഇപ്പോൾ അന്വേഷിക്കാൻ കേരളത്തിൽ നിന്ന് ഗ്രീനിഷ് എന്നുള്ള വ്യാജ അക്കൗണ്ടിൽ ചില ചർച്ചകൾ നടന്നു. എവിടെയാണ് ചർച്ച നടന്നത് എന്ന് ആലോചിക്കണം. അതായത് ഒരു സോഷ്യൽ മീഡിയ ആപ്പുണ്ട്, ഡിസ്കോഡ് എന്ന് പറയും, അമേരിക്കൻ ബേസ്ഡാണ്. ഈ ഡിസ്കോഡ് എന്ന് പറയുന്നത് നമ്മളധികം കേട്ടിട്ടില്ല. ഇത് ഫ്രീ കമ്മ്യൂണിക്കേഷൻ പ്ലാറ്റ്ഫോമാണ്. ചാറ്റ്, ടെക്സ്റ്റ് ആകാം, ഓഡിയോ ഇടാം, നമ്മുടെ വാട്സാപ്പ് ചെയ്ത പോലെ. അതിൽ ഇത് 2015 ജാസൺ സിട്രോൺ സ്റ്റാൻ വിഷ്ണോവിസ്കി എന്ന് പറയുന്നത്, വിസ്കി അല്ലടാ, ബ്രാൻഡി. അടിയിൽ നോക്കിയിട്ടാണ് അപ്പിസുനി എന്തെല്ലോ വായിക്കുന്നത്. എനക്ക് തോന്നുന്നു അടിയിൽ എഴുതി വെച്ചതിന്റെ അടുത്ത് ബീവറേജിന്റെ ബില്ല് കുടുങ്ങി. ആ ബീവറേജിന്റെ ബില്ലിൽ ഇപ്പൊ ഈ പരിപാടി കഴിഞ്ഞാൽ ഇവർ രണ്ടാളും അടിക്കാൻ വാങ്ങിച്ച വിസ്കിന്റെ പേരാണ് ഈ വിളിച്ചു പറയുന്നത്. ഈ പൊട്ടൻ പണ്ട് തൊട്ടേ കമുട്ട ലോക്കൽ സാധനം അടിക്കുന്ന ഈ അപ്പിസുനി ഉണ്ടല്ല, ഇപ്പൊ സംഖ്യകളെ പഠിച്ച് കുറച്ച് പൈസയായി. അപ്പൊ അതിനുശേഷം നല്ല മുന്തിയ വിസ്കി മാത്രമേ വാങ്ങി നക്കലുള്ളൂ. ആ വാങ്ങിയ സാധനത്തിന്റെ ബില്ല് അറിയാണ്ട് എഴുതി വെച്ചതിന്റെ മുകളിലായിപ്പോയി. അതുവരെ അറിയാണ്ട് ഇങ്ങനെ വിളിച്ചു പറയുന്നു. എനിക്ക് തോന്നുന്നു ഈ പരിപാടിക്ക് മുന്നേ രണ്ടെണ്ണം ഈ രണ്ട് കീറിന് തോന്നും. കീറാണ്ട് ഇമാരി പൊട്ടത്തരൊന്നും വിളിച്ചു പറയില്ലല്ലോ. നമുക്കെന്തായാലും അടുത്ത പൊട്ടത്തരത്തിലേക്ക് കടക്കാം. പൊട്ടത്തരവും പച്ചക്കള്ളാണെങ്കിലും എത്രമാത്രം സത്യമാണെന്ന രീതിയിലാണ് ഈ ചങ്ങായി പറയുന്നല്ലേ. അത് സമ്മതിക്കണം കേട്ടാ. നമുക്കെന്തായാലും അടുത്ത പൊട്ടത്തരം കേട്ടിട്ട് വരാം. ബാ. അതിനകത്ത് ഇത് ഈ ഗെയിം കളിക്കുന്ന ആളുകളെ സഹായിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഈ സാധനം പതുക്കെ ഒരു കമ്മ്യൂണിക്കേഷൻ സംവിധാനമായിട്ട് മാറി. പിന്നീട് രാഷ്ട്രീയ സ്വഭാവമുള്ള ഒരു പ്ലാറ്റ്ഫോമായിട്ട് ഡിസ്കോഡുമായി. ഈ ഡിസ്കോഡിൽ രണ്ട് പ്ലാറ്റ്ഫോമുകൾ, ഈ പറഞ്ഞ പോലെ ഈ കലാപവുമായി ബന്ധപ്പെട്ട് രണ്ട് പ്ലാറ്റ്ഫോമുകളുണ്ട്. ഒന്ന് യുവ ഹബ്ബ്, ഒന്ന് യുവത. ഈ യുവത എന്ന് പറയുന്ന, യുവ ഹബ്ബ് എന്ന് പറയുന്ന അതിൽ ചർച്ചകൾ നടത്തിയിട്ട് നമ്മൾ തെരുവിലിറങ്ങണം, യൂണിഫോം ധരിച്ചിറങ്ങണം, ഓർക്കുന്നില്ലേ? അങ്ങനെ വന്നിട്ട് നമ്മൾ കല്ലെറിയണം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ചർച്ച ഇങ്ങനെ മൂത്ത് പോകുമ്പോഴത്തേക്ക് ഒരു ഘട്ടത്തിൽ ഒരാൾ വന്നിട്ട് പറഞ്ഞു, മൊളോട്ടോവ് കോക്ടെയിൽ നമുക്ക് വേണം. മൊളോട്ടോവ് കോക്ടെയിൽ എന്ന് പറഞ്ഞാൽ വെള്ളമടിക്കുന്നവർക്ക് കോക്ടെയിൽ എന്ന് പറയുമ്പോൾ വേറെ അർത്ഥമാണ്. ഇതങ്ങനെയല്ല, ഇതൊരു മിക്സ് ആണ്, ഒരു പ്രത്യേകതരം മിക്സ്. 1939 USSR സോവിയറ്റ് യൂണിയൻ ഫിൻലാൻഡിനെ ആക്രമിച്ച സമയത്താണ് ആദ്യമായിട്ട് മൊളോട്ടോവ് ഉപയോഗിച്ചത്. അത് ഒരുതരം വളരെ ലളിതമായി പറഞ്ഞാൽ ഒരുതരം ഗ്രനേഡാണ്. ഈ ഗ്രനേഡ് എറിഞ്ഞാൽ തീപിടുത്തം ഉണ്ടാകും. അതിന് വേണ്ടിയിട്ട് അത് ഉപയോഗിക്കണം. നാപ്പാം ബോംബ് കൊണ്ടുവരണമെന്ന് ഈ ഡിസ്കോഡ് ചർച്ച ചെയ്തിട്ടുണ്ട്. നാപ്പാം ബോംബ് പറഞ്ഞാൽ മാരകമായ പൊള്ളലേക്കും. ഒരു വിയറ്റ്നാമിൽ അമേരിക്ക പ്രയോഗിച്ച നാപ്പാം ബോംബിനോട് പെൺകുട്ടി നഗ്നയായിട്ട് ഓടിപ്പോയി, വസ്ത്രം മുഴുവൻ കത്തിപ്പോയി. നാപ്പാം ബോംബ് സംഘടിപ്പിക്കണം, മൊളോട്ടോവ് കോക്ടെയിൽ സംഘടിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞ് ചർച്ച അങ്ങോട്ട് പുരോഗമിക്കുക. അപ്പോഴേക്ക് പെട്ടെന്ന് ഒരാൾ എന്ന് പറയുന്നു, സെപ്റ്റംബർ 8 രാത്രി 8 മണിക്ക് നടക്കുന്ന ചർച്ചയെ സെപ്റ്റംബർ 8 രാത്രി 11:49 പെട്ടെന്ന് ഒരാൾ പറയുന്നു, കലാപത്തിനെ സഹായിക്കാൻ തോക്കുകൾ വേണം. 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഒരു മറുപടി വരുന്നു, ഇന്ത്യയിൽ നിന്ന് തോക്കുകൾ ഇറക്കുമതി ചെയ്യാൻ കഴിയും. അപ്പോൾ 11:51 തന്നെ അടുത്ത ടെക്സ്റ്റ് വരുന്നു, ഇന്ത്യയിൽ നിന്ന് നമുക്കൊരു 50 ഗ്രനേഡുകൾ കൂടി വേണം. അപ്പോൾ തോക്കുകൾ വേണം, ഗ്രനേഡുകൾ വേണം. അപ്പോഴാണ് ഈ ഗ്രീനിഷ് എന്ന് പറയുന്ന ഒരാൾ 11:56 മറുപടി കൊടുക്കുന്നു, കേരളത്തിൽ ഇത് കിട്ടും, ഇതിനുള്ള ഡീലർ ഇവിടെ ഉണ്ട്, എനിക്കറിയാം, ഞാൻ ഇവിടെ നിന്ന് കയറ്റുമതി ചെയ്യാം. അവിടെ നമുക്കിത് അങ്ങനെ ഇവിടെ നേപ്പാളിൽ ഇറക്കുമതി ചെയ്യാൻ പറ്റുന്നു. അപ്പോൾ കേരളത്തിൽ എന്ത് കിട്ടും? ഗ്രനേഡുകൾ കിട്ടും, തോക്കുകൾ കിട്ടും, അത് വിൽക്കുന്ന ഡീലറുണ്ട്. നോക്കണം എന്ന് പറയുകയും കലാപത്തിനെ സഹായിക്കാൻ വേണ്ടി ഗൂഢാലോചന ആസൂത്രണം നടത്തുന്ന ഡിസ്കോഡ് പ്ലാറ്റ്ഫോമിൽ
വ്യാജ പേരിൽ പേര് മറച്ചു വെച്ച് ചർച്ചയിൽ പങ്കെടുക്കാം. ആ ചർച്ചയിൽ പങ്കെടുത്ത ആൾ പറയുകയാണ്, ഗ്രീനിഷ് എന്ന് പറയുന്ന ആൾ പറയുകയാണ്, ഇതെല്ലാം കേരളത്തിൽ നിന്ന് അയക്കാം, കേരളത്തിലുണ്ട്. അപ്പോൾ കേരളം എന്ന് പറയുന്ന സ്ഥലം എന്താണ്? ഒരു വലിയ ടൈം ബോംബിന്റെ പുറത്തേക്ക് അതിങ്ങനെ ടിക് 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 നടിച്ചുകൊണ്ടിരിക്കുക. ഇവിടെ ഏതു ഭീകരവാദികൾ വന്നാലും അല്ലെ കേരളത്തിലുണ്ട്, അഫ്ഗാനിസ്ഥാനിൽ പോകുന്നവർ കേരളത്തിലുണ്ട്, സിറിയയിൽ പോകുന്നവർ കേരളത്തിലുണ്ട്, ഇന്ത്യൻ സൈന്യത്തോട് കാശ്മീരിൽ ഏറ്റുമുട്ടാൻ പോകുന്നവരിൽ മലയാളികളുണ്ട്. നമ്മളിത് കേട്ട് നമുക്ക് ഇതിന്റെ ഗ്രാവിറ്റി മനസ്സിലാവുന്നില്ല. അപ്പോൾ ലോകത്തിന്റെ ഏതു ഭാഗത്ത് ഭീകര സ്വഭാവമുള്ള ആക്രമണങ്ങൾ, കലാപങ്ങൾ ഒക്കെ നടത്തിയാലും അതിൽ ഒരു മലയാളി ബന്ധമുണ്ട് എന്ന് വരുന്നു. ഞെട്ടിക്കുന്നവരാണ്. പക്ഷെ നമ്മൾ ഞെട്ടിയില്ല അപ്പിസുനി, നമ്മൾ ഞെട്ടിയില്ല. കാരണം നിന്നെ പോലത്തെ ചാണകങ്ങള് പിറന്ന നാടിനെ വരെ അപമാനിക്കാൻ വേണ്ടി ഒരു നാണുമാനും ഉളുപ്പില്ലാത്ത ടീമാണ്. അതുകൊണ്ട് കേരളത്തെ അപകീർത്തിപ്പെടുത്താൻ വേണ്ടി നിങ്ങളൊക്കെ ഈ പരിപാടി തുടങ്ങിയിട്ട് കാലം എത്രയാടാപ്പി? ഇനിയെങ്കിലും നിർത്തിക്കൂടെ? ഇനിയെങ്കിലും നിനക്കെല്ലാം നന്നായിക്കൂടെ? ഈ അടുത്ത കാലത്തൊക്കെ പിറന്ന നാടിനെ ഒറ്റിയത് ആരാന്ന് കൃത്യമായി നമ്മളെല്ലാം കണ്ടില്ലേ? ഉത്തരേന്ത്യയിലെ സംഘികളല്ലേ അപ്പി? അതിനെപ്പറ്റി എപ്പോഴെങ്കിലും നീ സംസാരിച്ചിട്ടുണ്ടാ? അതിനെപ്പറ്റി എപ്പോഴെങ്കിലും നിനക്ക് സ്വയം നാണക്കേട് തോന്നിയിട്ടുണ്ടാ? സ്വയം നാണക്കേട് തോന്നണമെങ്കിലും കുറച്ചെങ്കിലും നാണവുമാനവും വേണ്ടേ അല്ലേ അപ്പി? അതിന്റെ ഇടക്ക് അപ്പിസുനി തള്ളി വിടുന്നുണ്ടാ ആറ്റം ബോംബ് വരെ കേരളത്തിന് കിട്ടുന്നു. നിനക്ക് എങ്ങനെ സാധിക്കുന്നുണ്ട് അപ്പി ഇങ്ങനെ തള്ളാൻ വേണ്ടിട്ട്? പിന്നെ ഇവൻ തന്നെ പറയുന്നുണ്ട് ഈ സംഭവം രഹസ്യാന്വേഷണ വിഭാഗം അന്വേഷിച്ചുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെ രഹസ്യാന്വേഷണ വിഭാഗം അന്വേഷിക്കുന്ന കാര്യങ്ങൾ ഇവന്റെ കയ്യിൽ എങ്ങനെ കിട്ടിയേ? ഇനിയിപ്പോ ഇവനാണോ ഈ സംഭവം അന്വേഷിക്കുന്ന രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ തലവൻ? ചിലപ്പോ ഇവൻ അങ്ങനെയും പറയും, ഇവനാ തലവെന്നും പറയും, അമ്മാരി തള്ളിവൻ തള്ളും. ശരിക്കും പറഞ്ഞ് ഇവൻ നമ്മളെ രഹസ്യാന്വേഷണ വിഭാഗത്തെല്ലാം കളിയാക്കുകയല്ലേ ചെയ്യുന്നത്? ഇവന്റെ പേരിൽ ശരിക്കും കേസ് എടുക്കുമല്ലേ വേണ്ടേ? പക്ഷെ എന്താ ചെയ്യ, ഇവ സംഖ്യയായിപ്പോയില്ലേ? സംഖ്യന്റെ പേരിൽ എവിടെ കേസ് എടുക്കാൻ പറ്റി? ഇതുവല്ല മുഹമ്മദോ ജബ്ബാറിലാന്നും കണ്ടില്ല. എപ്പം കേസ് വന്ന് നോക്കിയാൽ മതി, കേസ് വന്ന് ഉള്ളിലിട്ടിട്ടുണ്ടാവും, പുറത്ത് കടക്കാൻ പറ്റാത്ത രീതിയിൽ അവർ ഉള്ളിലാക്കിയിട്ടുണ്ടാവും. പക്ഷെ സംഖ്യ ആയതുകൊണ്ട് എന്ത് ദേശവിരുദ്ധതയും, എന്ത് പൊട്ടത്തിനും, എന്ത് കള്ളത്തിനും, എന്ത് അപകീർത്തികരമായ കാര്യങ്ങളും പറയാം. ഇനി ഈ സംഭവം നമ്മൾ അപ്പിസുനി എങ്ങോട്ടാ കൊണ്ടുപോകാൻ നിങ്ങളെ ധാരണ? നിങ്ങൾക്ക് സംഭവം മനസ്സിലായില്ല, നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ ഉണ്ടാവില്ല. അപ്പിസുനി തുടങ്ങിക്കഴിഞ്ഞാൽ ആ സംഭവം ഏടെ എത്തിക്കുന്ന നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയില്ലേ? അതൊരു മുസ്ലിമിൽ എത്തിക്കാണ്ട് അപ്പിസുനിക്ക് ഉറക്കം വരുമോ? എങ്ങനെയെങ്കിലും അപ്പിസുനി ഈ സംഭവം ഒരു മുസ്ലിമിന്റെ നെഞ്ചത്തോട്ട് കയറ്റും. മുസ്ലിങ്ങളെ പറ്റി കുറ്റം പറയാതെ അപ്പിസുനിയുടെ ഏതെങ്കിലും ഒരു വീഡിയോ അവസാനിക്കുന്നു നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അങ്ങനെ തോന്നാൻ മാത്രം നിഷ്കളങ്കരായിപ്പോയോ കേരളത്തിലെ മുസ്ലിങ്ങളെ നിങ്ങൾ? നമുക്ക് എന്തായാലും അപ്പിസുനി ഈ സംഭവം ഉന്തി മുസ്ലിങ്ങളെ നെഞ്ചത്തെത്തിക്കുന്നത് കണ്ടിട്ട് വന്നല്ലോ. വാ, കേരളം അറിയാവുന്ന, മലയാളം അറിയാവുന്ന ഇവിടെയുള്ള ഒരാളായിരിക്കണമല്ലോ. അയാളാണ് ഈ ചർച്ചയിൽ പങ്കെടുത്തത്. അയാളെ കണ്ടു. ഗ്രീൻ എന്ന് പറഞ്ഞാൽ എന്താ കളർ? പച്ച സ്വഭാവം, പച്ച നിറമുള്ള എന്നാണ് പേര്. മനസ്സിലായല്ലോ? അതെ. അപ്പോൾ അങ്ങനെയാണോ? ടു ബി ഫ്രാങ്ക്, ഇത് മറച്ചു വെക്കുന്നത് ഇസ്ലാമിക ഭീകര സംഘടനയായിട്ട് ബന്ധമുണ്ടോ? ഈ പറഞ്ഞ ആൾക്ക് തോക്ക് ഞാൻ തരാം, ഗ്രനേഡ് ഞാൻ അയക്കാം എന്ന് പറഞ്ഞ ആൾക്ക് കേരളത്തിലെ തീവ്ര ഇസ്ലാമിക ഗ്രൂപ്പുകളുമായി ബന്ധമുള്ള ആരെങ്കിലും ആണോ? എത്തിച്ചില്ലേ? അവസാനം മുട്ടി മുസ്ലിങ്ങളെ നെഞ്ചത്തോട്ട് അപ്പിസുനി ആ സംഭവം എത്തിച്ചില്ലേ? ഇപ്പൊ നിങ്ങൾക്കെല്ലാം സമാധാനായില്ലേ? സമാധാനായില്ലായിരിക്കും. ഞാൻ പറഞ്ഞില്ലേ, കേരളത്തിലെ മുസ്ലിങ്ങളില്ലാതെ അപ്പിസുനിക്ക് എന്ത് ആഘോഷം? ഈ വേട്ടാവളിയം പറയുന്നിട്ടില്ലേ, ആ ഗ്രൂപ്പിൽ എന്തോ ഒരു ഗ്രീനിഷ് എന്ന് പറഞ്ഞോലും. ഗ്രീനിഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പച്ച എന്ന് പറഞ്ഞാൽ പച്ച വെളിച്ചം എന്ന് പറഞ്ഞാൽ മുസ്ലിം. ഉറപ്പിച്ച് ഇതിന്റെ പിന്നിൽ മുസ്ലിം ഉണ്ട്. ഇനിയിപ്പൊ കേരളത്തിലെ സംഖ്യയുടെ ഭാര്യമാർ ഗർഭിണിയായി പച്ചമാങ്ങ വേണമെന്നെങ്ങാനും സംഖ്യയോട് പറ്റണമെങ്കിൽ ആ കറുപ്പ് കേരളത്തിലെ മുസ്ലിങ്ങളെ പേരിലാവും. പച്ചമാങ്ങ പച്ച. അപ്പൊ മുസ്ലിങ്ങൾ തന്നെ ഇതിന്റെ പിന്നിൽ. അപ്പൊ പച്ചമാങ്ങ വരെ കേരളത്തിൽ ഒഴിവാക്കേണ്ടി വരും. ഇമാതിരി പൊട്ടത്തിലും രാജ്യവിരുദ്ധതയും നമ്മളെ രഹസ്യാന്വേഷണ വിഭാഗത്തിനെ കളിയാക്കാനിലും ഇവനെ കൊണ്ടല്ലാതെ, ഈ സംഖ്യകളെ കൊണ്ടല്ലാതെ വേറെ ആരെ കൊണ്ടെങ്കിലും പറ്റുമോ? പിന്നെന്താ ഇവന്റെ എല്ലാം ഗുണം എന്നറിയാം? നമ്മൾ സംഖ്യകളല്ലേ സാറേ, നമുക്ക് ബുദ്ധിയില്ലല്ലോ, നമ്മളെ പിടിച്ചിട്ട് കാര്യമില്ലല്ലോ എന്ന് പറയുമ്പോ അപ്പൊ ഈ പോലീസുകാരും രഹസ്യാന്വേഷണ വിഭാഗം പറയും, അതേപ്പാ പൊട്ടന്മാരല്ലേ, സംഖ്യകളല്ലേ, ഇവരെ പിടിച്ചിട്ട് യാതൊരു കാര്യമില്ല എന്ന് പറയും. നിങ്ങൾ കണ്ടില്ലേ സംഖ്യകൾ ഏതെല്ലാം കേസിന് പിടിച്ചാല്, പ്രത്യേകിച്ച് രാജ്യവിരുദ്ധ കേസിന് പിടിച്ചാൽ ഇവരൊക്കെ മാനസിക രോഗികളാവും. അങ്ങനെ ഒരു കോൺകൊണ്ട് വരിക്കും. എന്റെ അപ്പിസുനി ഈ പച്ചക്കള്ളനുണ്ടല്ലോ, നീ ഒരു കഥയാക്കിയിട്ട് എഴുതിയിട്ട് ഒരു സിനിമ പിടിക്കണം, തിരക്കഥ എഴുതാൻ വേണ്ടി ബെസ്റ്റാ നീ. പച്ചക്കള്ളം ഇതുപോലെ സംഖ്യകളെങ്കിലും പറഞ്ഞ് ഫലിപ്പിക്കുന്നുണ്ടല്ല, അതൊരു കഴിവ് തന്നെ കേട്ടാ. അപ്പൊ ഞാൻ പറഞ്ഞ കാര്യം സംഖ്യയുടെ ഭാര്യമാർ ഒന്ന് ശ്രദ്ധിക്കുക, ദയവ് ചെയ്ത് പച്ചമാങ്ങ എന്നൊരു കാര്യം നിങ്ങൾ പറയാൻ പാടില്ല. അപ്പന് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ.